ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചുരക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ചുരക്ക. ആദ്യം അതിന്റെ തോലൊന്ന് കളയണം. പണ്ടൊക്കെ എല്ലാ വീട്ടിലെ തൊടിയിലും ഇത് ധാരാളമായി ഉണ്ടാവുമായിരുന്നു. പലതും ഇല്ലാതാവുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ചുരക്കയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിന്റെ ചെടിയൊന്ന് കാണണമെങ്കിൽ ഗൂഗിൾ തന്നെ ശരണം. ഇതിനെ ഒന്ന് മുറിച്ച് ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് കളയണം. അത്ര വലിയ കുരുകളൊന്നും ഇല്ല, ചെറുതായി ഒന്ന് കളഞ്ഞാൽ മതിയാവും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ ചുരക്ക. കറി ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇനി ചുരക്ക അഥവാ ബോട്ടിൽ ഗോഡ് കടയിൽ കണ്ടാൽ വാങ്ങിച്ചോളൂ. ഇതുപോലെ എല്ലാ പീസിന്റെയും കുരുകൾ എടുത്തു മാറ്റണം. കുരുവെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്നുണ്ടാക്കാം. നിങ്ങൾ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റായി അറിയിക്കണം കേട്ടോ. ഇത്രയും ചെറിയ പീസസ് ആയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ആ ചുരക്കയുടെ പകുതി എടുത്തപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് കിട്ടിയത്. തോരൻ ഉണ്ടാക്കാനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 5 ചെറിയുള്ളി ചതച്ചതും ഇട്ട് ചുവക്കെ വറുത്തെടുക്കാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഉള്ളി ഒന്ന് വഴണ്ടി വന്നാൽ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടിക്ക് പകരം പച്ചമുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ തേങ്ങയിൽ 2 പച്ചമുളകും 1 നുള്ളു ജീരകവും 2 ചെറിയുള്ളിയും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്ത ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കറി ഉണ്ടാക്കാൻ. അടച്ചു വെച്ച് ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി വേണം കറി വേവിച്ചെടുക്കാൻ. സ്ലോ കുക്കിംഗ് ആണ് വേണ്ടത്. നമുക്കിനി തുറന്ന് വെച്ച് കറി ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊന്നുമില്ല, ഡ്രൈ ആക്കി എടുക്കാം. ചുരക്കത്തോരൻ അഥവാ ചുരക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചൂട് കഞ്ഞിയോടൊപ്പോ ചോറിനോടൊപ്പോ നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ? ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.